നമസ്കാരം, സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മാങ്ങയിൽ നിന്നും ഫെനി ഉൽപാദനമടക്കമുള്ള നൂതന പദ്ധതികൾ സഹകരണ വകുപ്പ് നടപ്പാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ അറിയിച്ചു. കശുമാങ്ങയിൽ നിന്നും വർഷം 16 ലക്ഷം ലിറ്റർ ഫെനി ഉൽപ്പാദിപ്പിക്കാം. വർഷം 160 കോടി രൂപയുടെ നേട്ടമുണ്ടാക്കാം. കർഷകരെ സ്വയം പര്യാപ്തരാക്കുകയാണ് ലക്ഷ്യം. കേരള വനിതാ ഫെഡിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി സഖി പദ്ധതിയിലൂടെ സൗജന്യ തൊഴിൽ പരിശീലനം നൽകും. സ്ത്രീകളിൽ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുക, മുഴുവൻ സമയം അഥവാ പാർട്ട് ടൈം തൊഴിലവസരം സൃഷ്ടിക്കുക എന്നിവയാണ് ലക്ഷ്യം. ആയുഷ് വകുപ്പുമായി സഹകരിച്ച് ഗർഭകാല ശുശ്രൂഷ, നവജാത ശിശുക്കളുടെ പരിചരണം, വാർദ്ധക്യകാല പരിചരണം എന്നിവയും സഖി പദ്ധതി വിഭാവനം ചെയ്യുന്നു. സഹകരണ എക്സ്പോ ഏപ്രിൽ 21 മുതൽ 30 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിക്കും. ഈ വർഷം 68 പ്രാഥമിക സഹകരണ ബാങ്കുകൾ കൂടി ലാഭത്തിലായി. മൊത്തം 900 ബാങ്കുകൾ ലാഭത്തിലെത്തി. 6489 കോടിയുടെ അധിക നിക്ഷേപവും 5312 കോടി അധിക വായ്പയും നൽകി. കേരള ബാങ്കിന്റെ നിക്ഷേപത്തിൽ 6799 കോടി വർധനവുണ്ടായി. ആധുനിക സംവിധാനങ്ങൾ ഒരുക്കി സഹകരണ മേഖലയിലെ അനഭിലഷണീയ പ്രവണത തടയാൻ നിയമഭേദഗതി കൊണ്ടുവന്നു. വീടുകളിൽ നിന്നും ഇറക്കിവിടുന്ന തരത്തിലുള്ള ജപ്തി ഉണ്ടാകില്ലെന്നും ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. ഹായ് ഡാർലിംഗ്, പറയൂ. ഇപ്പൊ വരാം. ഇല്ല മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില്? ഇത് തന്നെ വേണത്രേ. നമ്മുടെ ബാങ്കിന്റെ ആണേ, സംഗതി സൂപ്പറാ. CoPro Coconut Oil, crossing dreams of taste. High grade coconuts, advanced technology, triple filter process. A product of Venganesheri Service Cooperative Bank. വകുപ്പുതല അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയ സഹകരണ ബാങ്കിലെ ഭരണസമിതി അംഗങ്ങളുടെ വസ്തുവകകൾ ഹൈക്കോടതി മരവിപ്പിച്ചു. വസ്തുവകകൾ കൈമാറ്റം ചെയ്യാനോ പണയപ്പെടുത്താനോ പാടില്ലെന്ന് ജസ്റ്റിസ് മുരളി പുരുഷോത്തമൻ ഉത്തരവിട്ടു. കൊല്ലം ഇടമുളക്കിൽ സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായിരുന്ന സാന്റേഴ്സ് ബേബി, ബിനി രാജു എന്നിവരുടെ വസ്തുവകകളാണ് കോടതി മരവിപ്പിച്ചത്. ഇരുവർക്കുമുള്ള വസ്തുക്കളുടെയും സമ്പാദ്യങ്ങളുടെയും കണക്ക് സഹിതം 10 ദിവസത്തിനകം സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശിച്ചു. കുടുംബാംഗങ്ങളുടെ സ്വത്ത് വിവരങ്ങളും സൂചിപ്പിക്കണം. ക്രമക്കേടുകൾ കണ്ടെത്തിയ സഹകരണ സ്ഥാപനത്തിലെ ഭരണസമിതി അംഗങ്ങളുടെ വസ്തുവകകൾ ആദ്യമായിട്ടാണ് ഹൈക്കോടതി മരവിപ്പിക്കുന്നത്. ഭരണസമിതി അംഗങ്ങൾക്കെതിരായ റവന്യൂ റിക്കവറി നടപടികൾ കോടതി 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തിട്ടുമുണ്ട്. ഭരണസമിതിയുടെ കാലത്ത് വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയതോടെ ഭരണസമിതി പിരിച്ചുവിട്ടിരുന്നു. ബാങ്കിന് നേരിട്ട നഷ്ടം സർചാർജ് നടപടിയിലൂടെ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈടാക്കാൻ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ സമർപ്പിച്ച അപ്പീൽ സർക്കാർ നിരസിച്ചതോടെയാണ് ഭരണസമിതി അംഗങ്ങൾ കോടതിയെ സമീപിച്ചത്. ഇവരുടെ സമ്പാദ്യങ്ങളും വസ്തുക്കളും കൈമാറ്റം ചെയ്താൽ ബാങ്കിന്റെ നഷ്ടം ഈടാക്കി നൽകാനാകില്ലെന്ന് സർക്കാർ ബോധിപ്പിച്ചു. ഇതോടെയാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സർക്കാരിനു വേണ്ടി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ CS ഷീജ ഹാജരായി. ഹായ് ഡാർലിംഗ്, പറയൂ. ഇപ്പൊ വരാം. ഇല്ല മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില്? ഇത് തന്നെ വേണത്രേ. നമ്മുടെ ബാങ്കിന്റെ ആണേ, സംഗതി സൂപ്പറാ. CoPro Coconut Oil, crossing dreams of taste. High grade coconuts, advanced technology, triple filter process. A product of Venganesheri Service Cooperative Bank.